ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു മീൻകറി ആയിട്ടാണ്. മീൻകറി സിമ്പിളായിട്ട് മീൻകറി എങ്ങനെ വെക്കുക എന്നുള്ളത്, സിമ്പിളാണെങ്കിലും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനൽ കാണണം. ഞാൻ വെക്കുന്ന കറികളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പറഞ്ഞു കഴിഞ്ഞ് ഫിഷ് കറി വയ്ക്കാനായിട്ട് ഉള്ളിയൊക്കെ എടുത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാങ്ക് കൊടുത്തു. അസർ ബാങ്ക് കൊടുത്തു. പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടേക്കണത് ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കാന്താരമുളക് ഇല്ലേ, ഇത് കാന്താരമുളക് ഇങ്ങനത്തെ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഉപ്പിട്ടേക്കണ സാധനങ്ങൾ. ഫിഷ് കറിയാണ് വയ്ക്കണേ. ഇത് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുളക് തിരുമ്മി വെച്ചേക്കണതാണ് കേട്ടോ. ഇത് കറി വയ്ക്കാൻ വെച്ചേക്കുന്നത്. ഇന്ന് മീൻകറിയും ചോറും. ഇന്ന് പിള്ളേർക്ക് ബിരിയാണി കുറച്ച് ഇരിപ്പുണ്ട് ഇന്നലത്തെ. ഞാൻ ഫ്രിഡ്ജിൽ അപ്പം തന്നെ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അവർക്ക് എനിക്ക് പിന്നെ മീൻകറി വയ്ക്കാണ് ഇഷ്ടം. ഒരു ചോറിനാം, ഇച്ചിരി എന്താ പറയുക, 2 പഴം പുഴുങ്ങാം, അതൊക്കെ മതി. അപ്പോൾ ഇത് ചുവന്നുള്ളിയും പച്ചമുളകൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. ഞാൻ അതിനകത്ത് ആകെ ചേർക്കുന്ന പൊടി എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഞാൻ മീൻകറി ചേർക്കുള്ളൂ. ഞാൻ മല്ലിപ്പൊടി ഇടില്ല. ചില ആളുകളൊക്കെ മല്ലിപ്പൊടി ഇട്ടിട്ടാണ്, എന്നിട്ട് കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതൊരു സ്പൂണ് അതും ഇട്ട് കൊടുക്കും. 1 സ്പൂൺ ഇട്ടാൽ പോരാ, മീൻകറി അല്ലേ, ഒരു 1.5 സ്പൂണ് ഇട്ട് കൊടുക്കും. അതങ്ങോട്ട് നന്നായി വഴന്ന് കഴിയുമ്പോൾ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ തന്നെ പെട്ടെന്ന് ഇടും. ഞാൻ ഒരുപാട് എന്താ പറയുക, ഇന്നിപ്പോൾ ഗ്യാസിൽ വയ്ക്കണതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. നല്ല ശക്തമായ മഴ പെയ്യുമ്പോൾ ഗ്രില്ലാണ് വെച്ചേക്കുന്നത്. പുറവശത്ത് അടുപ്പിൻ്റെ അവിടെ ഗ്രില്ലാണ് വെച്ചേക്കുന്നത്. ഊത്തടിച്ചിട്ട് അടുപ്പിൻ്റെ മുകളിലേക്ക് വെള്ളം ചാടും. തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. അടുപ്പിൻ്റെ മുകളിലേക്ക് വെള്ളം ചാടും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അവിടെ നിന്ന് വെക്കാൽക്കൂടി. അതുകൊണ്ട് വെട്ടവും കുറവാണ്. അവിടെയാണ് ഇതിൻ്റെ മുകളിൽ തന്നെ ബൾബുണ്ട് അടുപ്പിൻ്റെ മുകളിൽ. ഇവിടെ വെട്ടം കുറവാണ്. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വച്ചിരുന്നതാണ് കേട്ടോ. കുടംപുളി 3-4 അല്ലി കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. തിളച്ചൊന്ന് ആകുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫിഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മൂടി വെച്ചിട്ട്, ഫിഷിന് ഒരുപാട് വേവില്ലല്ലോ, മൂടി വെച്ചേക്കാണ്. അത് ആവുമ്പോൾ നമുക്ക് നോക്കാം. എന്നിട്ട് തേങ്ങ അരച്ച് വയ്ക്കാം. ഞാൻ അങ്ങനെയാണ് ലാസ്റ്റ് തേങ്ങ ഒഴിക്കുള്ളൂ. ആളുകൾ നേരത്തെ തേങ്ങ ഒഴിച്ച് വെച്ച് തിളപ്പിക്കണ മീൻകറിയൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിത് മീൻ ശരിക്കും വെന്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് തേങ്ങ ഒഴിക്കാറുള്ളൂ. എന്തായാലും വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരച്ച് വയ്ക്കാം. ഇച്ചിരി വെള്ളം ഒഴിക്കട്ടെ കേട്ടോ. ഇവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ്. പക്ഷെ ഇവിടെ ലൈറ്റിൻ്റെ കുറവുകൊണ്ട് ഒരു രസം വന്നില്ല. പാകത്തിന് വെള്ളവും പാകത്തിന് മീൻകറി സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിളച്ചൊന്ന് വന്നു കഴിയുമ്പോൾ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ സെറ്റാവും. അങ്ങനെ മീൻകറി റെഡിയായി. ഞാൻ മീൻ വറക്കാൻ വെച്ചതാണ്. അതും ആയി കഴിഞ്ഞാൽ ഇന്നത്തെ പണി തീർന്നു. ഓക്കെ, ഇതൊക്കെയാണ്. ഇങ്ങനെ ഇത്ര സിമ്പിളായിട്ടാണ് ഞാൻ മീൻകറി വയ്ക്കുക. എല്ലാവർക്കും എൻ്റെ മീൻകറി ഇഷ്ടമായെങ്കിൽ ഇതുപോലെ മീൻകറി വച്ച് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.